ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കൻ നന്നായിട്ട് വിനാഗിരിയിലിട്ടൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഗ് പീസൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ പീസുകളാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 ചുവന്നുള്ളിയും 5 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, അതിനുശേഷം എരിവിന് വേണ്ടി 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിപ്പം എരിയില്ലാത്ത പിരിയൻ മുളക് പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു വലിയ നാരങ്ങയുടെ പകുതി നീര്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. നമ്മൾ ചേർത്ത വെളുത്തുള്ളിയിലും ചുവന്നുള്ളിയിലൊക്കെ നല്ല ഈർപ്പുള്ളതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരഞ്ഞു കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത മസാല ഇനിയും ചിക്കനിലേക്ക് ചേർത്തിട്ട് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാല മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ വലിയ ലെഗ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോഴായിരിക്കും ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴായിരിക്കും മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ചിക്കൻ ഇടുന്നതിന് മുൻപായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് 3-4 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സൈഡ് ഒരു 3 മിനിറ്റ് തുറന്നു വെച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് തന്നെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നതിന് ശേഷം തിരിച്ചിട്ട് മറ്റേ വശം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അതിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുവരെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തതിന് അകമൊക്കെ വെന്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മാരിനേഷനൊക്കെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന ഇതുപോലത്തെ പൊടി ഉണ്ടെങ്കിൽ അതും കോരി മാറ്റി കളയണം. അപ്പം കഴിയുന്നത്ര കോരി മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചിക്കൻ ഇടുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞ് ബാക്കിയുള്ള ചിക്കനെ പിടിക്കും. അപ്പം ബാക്കിയുള്ള ചിക്കനോട് ഇട്ട് ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് കുറച്ച് മാരിനേഷൻ ഒരു ടൈം എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സരണ്യസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്